ഹലോ, ഇന്ന് ശനിയാഴ്ച രാവിലെ ഏർലി മോർണിംഗിന് തന്നെ അവരെ കുഞ്ഞുങ്ങളും മോളും മക്കളും ഹസ്ബൻഡും കൂടെ പോയി അല്ലപ്പള്ളിയിലേക്ക് പോയി. അവർക്ക് 11:30 ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടു. വെച്ച് നേരം വെളുക്കുന്നതേ ഉള്ളൂ. വരുമ്പോഴൊക്കെ പതുക്കെ പോകാനായിട്ടൊക്കെ പറഞ്ഞു. എങ്കിലും 7:30 കഴിഞ്ഞപ്പോഴത്തേക്കും മലപ്പുറത്തെ വീട്ടിലെത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു 9 മണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോകണം. എങ്കിലും മുണ്ടക്കയത്താണ് കല്യാണത്തിന് പോകേണ്ടത്. ഇത്തിരി ദൂരമാണ്. അതുകൊണ്ടാണ് ഇത്രയും രാവിലെ പോയതും. അവർക്ക് അവിടെ ഒന്ന് പോകേണ്ടി എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരാഴ്ചയോളം ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ഒക്കെ സന്തോഷമായിരുന്നു. ഒക്കെയും ബഹളവും ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് എന്നാണ് വരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുക പോലും ചെയ്തില്ല. അവർ വരട്ടെ, ഈസ്റ്ററിൻ്റെ അവധിക്ക് അല്ലെങ്കിൽ മാർച്ചിലെ +1-കാരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് കുഞ്ഞുങ്ങൾ രണ്ടുപേരുടെയും പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരിനിയും വരത്തുള്ളൂ. അതുവരെയൊക്കെ കാത്തിരിക്കണം. പിന്നെ ദിവസവും രാവിലെയും വൈകിട്ടും സമയമുള്ളപ്പോഴൊക്കെ വിളിക്കും, വിവരങ്ങളൊക്കെ അന്വേഷിക്കും. അതൊക്കെ ഇല്ലയോ ഒക്കത്തുള്ളൂ. രാവിലെ ഒന്നും മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ബ്രെഡും ജാമും ഏത്തപ്പഴമാണ് മൊത്തം കൂട്ടി അത് ജാമിലൊക്കെ പുരട്ടുന്നു, ബ്രെഡിൽ പുരട്ടുന്നു. അല്പം കഴിച്ചു, ചായയൊക്കെ ഇട്ടു. ബാക്കി അവരൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് ഒക്കെ കഴിക്കാം, വിശക്കുകയാണെങ്കിൽ അന്നേരം കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ജസ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ ഒക്കെ പോയി. സങ്കടമാണ് എങ്കിലും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം, അവർക്ക് ജോലിക്ക് പോകണം, ഇതെല്ലാം ആവശ്യമല്ലേ. നമ്മുടെ പെൺമക്കളെയൊക്കെ നമ്മൾ വിദ്യാഭ്യാസവും ഒക്കെ ചെയ്ത് നല്ല ജോലികളൊക്കെ വാങ്ങിച്ച്. രണ്ടുപേരും ടീച്ചറാണ്, രണ്ടുപേരും പി ജി ഉണ്ട്. ഒരാൾക്ക് MA BEd MPhil ഉണ്ട്, മറ്റേ മോൾക്ക് BA കഴിഞ്ഞിട്ട് MCA ഉണ്ട്. രണ്ടുപേരും ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അവർ നമ്മുടെ കൂടെ നിൽക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്. അവർ പോയി അവരുടെ കുടുംബജീവിതം ഒക്കെ ചെയ്ത് അവർ ജീവിക്കട്ടെ. അവിടെയും പേരൻസ് ഉണ്ട്, അവരുമായിട്ടൊക്കെ സന്തോഷമായിട്ട് ഒക്കെ ജീവിക്കണം. പിന്നെ നമ്മൾ പെൺമക്കൾ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. നമ്മൾ വിവാഹം കഴിച്ച് അയക്കുന്നു, അവർ വരുമ്പോൾ കാണുന്നു, ഒരാഴ്ചയൊക്കെ നിൽക്കും, സന്തോഷമാണ്. ഇങ്ങനെ മോളും കുടുംബം രണ്ടാമതും വന്നു. ആദ്യം ഒരു പ്രാവശ്യം അവിടുത്തെ മമ്മിയുമായിട്ട് വന്നു, അത് കഴിഞ്ഞ് രണ്ടാമതും വന്നു. ഹസ്ബൻഡിൻ്റെ മൂത്ത സഹോദരിക്ക് 80 വയസ്സ് തികയുന്നതിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, അന്നും വന്നു. അപ്പം ശരി, വീണ്ടും കാണാം.